ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രീതി ആകാശിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം ആകാശിനോട് പറയുന്നുണ്ട്, അന്ന് തന്ന ഷോളില്ലേ അതെനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ എന്ന് പറയാണ്. അങ്ങനെ പ്രീതിയും ആകാശ് തമ്മിൽ സംസാരിക്കുമ്പോഴേക്കും അത് മനോരമക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഇവളെൻ്റെ മകനെ കറക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് മനോരമ ആകെ പൊട്ടിത്തെറിക്കുവാണ് പ്രീതിയെടുത്തും അതുപോലെ തന്നെ ശ്രുതിയെടുത്തും കൂടിയിട്ട്. അതിനുശേഷം ശ്രുതി കാണാതെ ഒളിച്ചും പാത്തു നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ശ്യാമ. അതിനുശേഷം കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് അശ്വിൻ ആരും കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞതല്ലേ ഒരിക്കലും എൻ്റെ മുമ്പിൽ വരില്ല, ഈ നാട്ടിൽ തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് നീ പിന്നെ എന്തിനാടി എൻ്റെ മുമ്പിലേക്ക് വന്നേ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി പറയും, എൻ്റെ ഗതികേട് കൊണ്ട് ഞാൻ ഈ നാട്ടിൽ വീണ്ടും നിൽക്കുന്നത് എന്ന് പറയുവാണ്. അപ്പോഴേക്കും ലാവണ്യ വരുന്നുണ്ട്. ലാവണ്യ വരുമ്പോൾ പെട്ടെന്ന് അശ്വിൻ ശ്രുതിയുടെ കൈ വിടുവാണ്. ലാവണ്യ ചോദിക്കണ്ടേ എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ അതൊന്നുമില്ല, അതങ്ങോട്ട് വിട്ടേക്ക് എന്ന് പറയുവാണ്. അതിനുശേഷം ഈ മനോരമ ദേഷ്യം കൊണ്ട് എന്താ ചെയ്യാന്നറിയാവോ, അതായത് നാളെ നടക്കാൻ പോണ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്, ഇത് റീമേക്കിലെ സംഭവമാണ് ഞാൻ പറയണത്. മനോരമ ഇവരുടെ അടുത്തുള്ള ദേഷ്യം കൊണ്ട് ഇവരുണ്ടാക്കുന്ന പലഹാരം ഉണ്ടല്ലോ അതിലെല്ലാം ഉപ്പ് വിതറും. അതിനുശേഷം മനോരമ അത് കഴിച്ചിട്ട് എല്ലാവരും വിളിക്കുവാണ്, വീട്ടിലുള്ള അമ്മേ അതുപോലെ അഞ്ജലി മോളെ ഇങ്ങോട്ട് വന്ന് ഇതൊന്ന് കഴിച്ചു നോക്കിയേ കൊള്ളത്തില്ല എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് അഞ്ജലിയും മുത്തശ്ശിയും പറയുന്നുണ്ട്, ഇത് കൊള്ളാതിരിക്കാൻ ഒരു ചാൻസും ഇല്ല, ഇവരിത് കൊണ്ടുവന്ന സമയത്ത് ഇതിന്റെ വാസന വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ് ഇത് ഫ്രഷ് ആയിട്ടുള്ള പലഹാരം എന്ന് പറയുമ്പോൾ മനോരമ പറയുന്നുണ്ട്, അതൊക്കെ നേരത്തെ സമയം കഴിയും തോറും ഇത് പഴകി വരുവാണെന്ന് പറയുമ്പോൾ പ്രീതിയും ശ്രുതിയും പറഞ്ഞിട്ട് അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ല, ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറയുവാണ്. മനോരമ പറയുന്നുണ്ട്, ഇതിനെ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരണമെന്നൊക്കെ മനോരമ ഒച്ചയെടുക്കാട്ടോ. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, മനോരമ നിർത്ത് നീ എന്നിങ്ങനെ പറയുവാണ്. അതിനുശേഷം മനോരമ അവിടെ നിന്ന് പോകുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിൽ ആകെ വിഷമമാട്ടോ, കാരണം പലഹാരങ്ങളിലെല്ലാം ഉപ്പോ എന്തൊക്കെയോ വിതറിയിട്ട് വായ വെക്കാൻ കൊള്ളില്ലാത്തൊരു അവസ്ഥയിലാക്കിയിട്ടാണ് മനോരമ പോണത്. പക്ഷെ ആർക്കും അറിയില്ല മനോരമയാണ് അങ്ങനെ ചെയ്തതെന്നുള്ള സത്യം. അതിനുശേഷം ശ്രുതി എന്താ ചെയ്യാന്ന് വെച്ചാൽ അവരുടെ അടുക്കളയിൽ അങ്ങോട്ട് കയറുവാണ്. അശ്വിൻ്റെ വീട്ടിൽ അടുക്കളയിൽ കയറിയിട്ട് ജിലേബി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ പ്രീതി പറയുന്നുണ്ട്, ശ്രുതി നീ എന്തേ കാണിക്കുന്നത്, ഞങ്ങളുടെ വീടല്ല എന്ന് പറയുമ്പോൾ ശ്രുതി അതൊന്നും കേൾക്കുന്നില്ല, ജിലേബി ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ട് മണം കേട്ടിട്ട് നമ്മുടെ മുത്തശ്ശിയും അതുപോലെ അഞ്ജലിയും വരുന്നുണ്ട്. ശ്രുതി നീ വല്ലാത്ത മിടുക്കി തന്നെയാട്ടോ നീയും പ്രീതിയും കൂടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഇത്രയും പലഹാരങ്ങൾ ഉണ്ടാക്കി തീർക്കില്ലല്ലോ, എന്തായാലും നന്നായിട്ടുണ്ട്, ഈ മണം വന്നിട്ട് എനിക്ക് കഴിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് രണ്ടെണ്ണെടുത്ത് കഴിക്കുവാണ് നമ്മുടെ അഞ്ജലി. അതിനുശേഷം ശ്രുതി എടുത്ത് പറഞ്ഞിട്ട്, ശ്രുതി നീ ഇത് നിനക്ക് ഒറ്റക്ക് തിന്നാൻ വേണ്ടി ഉണ്ടാക്കിയതാണല്ലോ, അല്ല ജിലേബി നീ ഉണ്ടാക്കുന്നുണ്ട് നീ കഴിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ശ്രുതിക്ക് ചിരി വരുവാണ്. അങ്ങനെ നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, നിങ്ങൾ ചൂടോടുകൂടി തന്നെ ഈ പലഹാരങ്ങൾ ആൾക്കാർക്ക് കൊടുക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ ആൾക്കാർക്ക് ശ്രുതിയും പ്രീതിയും കൂടി കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവട്ടെ. പലഹാരങ്ങൾ കഴിക്കുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് വളരെ നല്ല രുചിയുണ്ട്, പാലക്കാടൻ പലഹാരങ്ങൾ ഭയങ്കര രുചിയുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ പ്രശംസിക്കണൊക്കെ ഉണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.